ഒന്നാലോചിക്കുക, അവസാനം എപ്പോഴാണ് നിങ്ങളൊരു കാര്യം ലോകത്തെ അറിയിക്കാൻ വേണ്ടിയല്ലാതെ നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്തത്? ഇന്ന് നമ്മളൊരു ചായ കുടിച്ചാലും, എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് കഴിച്ചാലും, ജിമ്മിൽ പോയാലും, ഒരു പുതിയ സ്ഥലത്ത് പോയാലും, എന്തിന് സങ്കടം വന്നാൽ പോലും ആദ്യം ചെയ്യുന്നത് എന്താ? ഫോൺ എടുക്കും, ഒരു ഫോട്ടോ എടുക്കും, എന്നിട്ട് ഒറ്റ ചിന്തയുള്ളൂ, ഇത് പോസ്റ്റ് ചെയ്യാൻ കൊള്ളാമോ? നമ്മുടെ ജീവിതം ശരിക്കും ഒരു സിനിമ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. പക്ഷേ സൈക്കോളജിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. സത്യത്തിൽ ഏറ്റവും കൂടുതൽ സെൽഫ് കോൺഫിഡൻസ് ഉള്ള, മാനസികമായി ഭയങ്കര സ്ട്രോങ് ആയ ആളുകൾ അവരുടെ ജീവിതം സോഷ്യൽ മീഡിയയിൽ ഒട്ടും പ്രദർശിപ്പിക്കാറില്ല. അവർ ഒളിച്ചു ജീവിക്കുകയൊന്നുമല്ല, മറിച്ച് തങ്ങൾ ഹാപ്പിയാണെന്ന് കാണിക്കാൻ അവർക്ക് മറ്റാരുടെയും ലൈക്കിൻ്റെയോ കമൻറ്റിൻ്റെയോ അംഗീകാരം ആവശ്യമില്ല എന്നാണ് സത്യം. നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ എല്ലാവരെയും കാണിക്കുന്നത് നിർത്തി അവനവന് വേണ്ടി ജീവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളിലുണ്ടാകുന്ന 9 അത്ഭുതകരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതറിയാം ഇന്നത്തെ വീഡിയോയിലൂടെ. ഇതിൽ 7ാമത്തെയും 8ാമത്തെയും പോയിന്റ് എൻ്റെ ലൈഫിൽ നിന്നും ഞാൻ ചിന്തിയെടുത്ത കേടുകളാണ്. ചിലപ്പോൾ നിങ്ങളും കൂടി അറിയാതെ ഇതൊക്കെ ചെയ്യുന്നുണ്ടാവാം. എന്താണെന്ന് അറിയണ്ടേ? വീഡിയോ അവസാനം വരെ കാണുക, തീർച്ചയായും ഉപകാരപ്പെടും. ഞാനിത് പറയുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപേക്ഷിക്കണമെന്നോ പോസ്റ്റ് അവരൊക്കെ ജഡ്ജ് ചെയ്യാനോ വേണ്ടിയല്ല. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. എന്നാൽ ചില കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാതെ സൂക്ഷിക്കുന്നതിലും ഒരു പ്രത്യേകതയുണ്ട്, അല്ലേ? ജീവിതത്തിൽ സന്തോഷം തരുന്ന എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരുടെ അംഗീകാരം വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. ചില കാര്യങ്ങൾ വ്യക്തിപരമായി സൂക്ഷിക്കുന്നത് ഒരുതരം ആത്മസംതൃപ്തി നൽകാം. അപ്പോൾ നമുക്ക് 1ാമത്തെ കാര്യത്തിലേക്ക് വരാം. മറ്റുള്ളവരുടെ ലൈക്കിനേക്കാൾ സ്വന്തം ഇഷ്ടത്തിന് വില നൽകുക. സൈക്കോളജിയിൽ ഇതിന് മനോഹരമായൊരു വശമുണ്ട്. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ ലൈക്കിനും കമൻറ്റിനും വേണ്ടി കാത്തിരിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോല് അവരുടെ കൈ കൊടുക്കുകയാണ്. ഓരോ ലൈക്കും കുറയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസും കുറയാൻ തുടങ്ങും. എന്നാൽ സോഷ്യൽ മീഡിയയിൽ അധികം കാണാത്ത ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ? അവർക്ക് മറ്റാരുടെയും കൈയുടെ ആവശ്യമില്ല. അവർ ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് തന്നെ ഒരു സംതൃപ്തി ഉണ്ടാകും. അവരൊരു നല്ല കാര്യം ചെയ്താൽ ഞാനിത് നന്നായി ചെയ്തു എന്ന് അവരുടെ മനസ്സ് പറയും. അതിന് താഴെ ആരെങ്കിലും വന്ന് സൂപ്പർ എന്ന് കമൻ്റ് ഇടാൻ അവർ കാത്തു നിൽക്കില്ല. ലോകത്തോട് അവർക്ക് ചോദിക്കാനില്ല ഞാൻ ചെയ്തത് മോശമായോ എന്ന്. കാരണം അവർക്ക് തന്നെ ഉറപ്പുണ്ട് അവർ ചെയ്തത് ശരിയാണെന്ന്. ഇതാണ് യഥാർത്ഥ കരുത്ത്. ഇതിനെയാണ് നമ്മൾ ഇന്റേണൽ വാലിഡേഷൻ എന്ന് പറയുന്നത്. 2ാമത്തെ കാര്യം, നമ്മുടെ ജീവിതം എല്ലാവർക്കും ഒരു തുറന്ന പുസ്തകം അല്ലാന്ന് തീരുമാനിക്കലാണ്. ഈ ലോകത്ത് ആത്മവിശ്വാസമുള്ള ആളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് കൃത്യമായൊരു ബൗണ്ടറി ഉണ്ട്, ലക്ഷ്മണരേഖയുണ്ട്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയേണ്ടതില്ല എന്ന വലിയൊരു സത്യം അവർക്കറിയാം. അവരുടെ സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, പേഴ്സണലായ കാര്യങ്ങൾ ഇതൊക്കെ ആരോട് പറയണം, എത്രത്തോളം പറയണമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. സയൻസ് പറയുന്നത് എന്താണെന്നറിയോ? നമ്മുടെ കാര്യങ്ങൾ പ്രൈവറ്റായി സൂക്ഷിക്കുന്ന വഴി അനാവശ്യമായ സ്ട്രെസ്സും ടെൻഷനും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മളെപ്പോഴും ഓവറായി കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടാൻ തന്നെ നമ്മൾ തന്നെ അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. എല്ലാവരും എല്ലാം വിളിച്ചു പറയുന്ന ഈ കാലത്ത് ഇത് എൻ്റെ മാത്രം കാര്യമാണെന്ന് പറയാൻ കഴിയുന്നത് തന്നെ വലിയൊരു കഴിവാണ്, അല്ലെങ്കിൽ ഒരു സെൽഫ് റെസ്പെക്റ്റ് ആണ്. ആ ഒരു പവർ നിങ്ങൾക്ക് വേണ്ടേ? അതാണ്. ഇനി 3ാമത്തെ കാര്യം, ഇതാണ് സത്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ്. നമ്മുടെ ഒറിജിനൽ സ്വഭാവത്തിന് ജീവിക്കുക എന്നാണത്. നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കിയാൽ എല്ലാം പെർഫെക്റ്റ് ആണ്, അല്ലേ? മുഖത്തൊരു 100 ഫിൽറ്ററുകൾ, കളറൊക്കെ കൂട്ടിയൊരു ബാക്ക്ഗ്രൗണ്ട്, പിന്നെ ചിരിക്കാൻ വയ്യാത്തപ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ കാണിക്കുന്ന ഒരു കൃത്രിമ ചിരി കണ്ടിട്ടില്ലേ? സത്യം പറഞ്ഞാൽ നമ്മൾ 2 ജീവിതമാണ് ജീവിക്കുന്നത്. ഒന്ന് നമ്മുടെ ഒറിജിനൽ ലൈഫ്, 2 നമ്മൾ ഓൺലൈനിൽ കാണിക്കുന്ന ആ ഒരു പെർഫെക്റ്റ് ലൈഫ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അധികം കാണാത്ത ആളുകൾക്ക് ഈ ഒരു തലവേദനയില്ല. അവർക്ക് 2 ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സങ്കടം വരുമ്പോൾ ഒരു കരയും, ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെടും. അല്ലാതെ സങ്കടം വരുമ്പോഴും ഫോട്ടോ എടുത്ത് ഹാപ്പിയാണെന്ന് കാണിക്കാൻ അവർ നിൽക്കില്ല. മനഃശാസ്ത്രം പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇങ്ങനെ 2 ജീവിതം കൊണ്ട് നടക്കാത്തവർക്ക് മാനസികമായ സമാധാനവും കരുത്തും കൂടുതലായിരിക്കും. അവർക്ക് അവരായിട്ട് ജീവിക്കാൻ ഭയങ്കര കംഫർട്ടബിളാണ്. എപ്പോഴും പെർഫോം ചെയ്തുകൊണ്ടിരിക്കാൻ അവർക്ക് വയ്യ. ആ ഒരു റിയൽ ലൈഫ് ജീവിക്കുന്നത് എത്ര വലിയ സുഖമാണെന്നറിയോ? ഇനി 4ാമത്തെ കാര്യം, ഇത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളൊരു വലിയൊരു കുരുക്കാണ്, താരതമ്യം ചെയ്യാവുന്നത്. സത്യം പറഞ്ഞാൽ ഈ കമ്പാരിസൺ പണ്ടേ ഉള്ളതാണ്. പക്ഷെ സോഷ്യൽ മീഡിയ വന്നതോടെ 24 മണിക്കൂർ നമ്മുടെ തലക്കകത്ത് കയറിയിരിക്കുകയാണ്. നമ്മൾ വെറുതെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് എന്താ? നമ്മുടെ കൂടെ പഠിച്ചവന് ദുബായിൽ കറങ്ങുന്നു, അല്ലെങ്കിൽ യൂറോപ്പിൽ എവിടെയെങ്കിലും കറങ്ങുന്നു, വേറെ ഒത്തും പുതിയ കാറ് വാങ്ങി. ചിലർ എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് ഫോട്ടോ ഇട്ടിരിക്കുന്നു. ഇത് കാണുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ചിന്തിച്ചു പോകും, എൻ്റെ ജീവിതം മാത്രം അങ്ങനെ ബോറായി പോയത് എന്ന്. എന്നാൽ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർ ഈ മടുപ്പിക്കുന്ന മത്സരോട്ടത്തിൽ നിന്ന് അങ്ങ് ഇറങ്ങി നടക്കുകയാണ്. മറ്റുള്ളവർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ മാത്രം എഡിറ്റ് ചെയ്ത് കാണിക്കുന്ന ആ ഹൈലൈറ്റ് റീൽ കണ്ട് ഇവർ സ്വന്തം ജീവിതത്തെ അളക്കില്ല. മറ്റൊരാൾക്ക് എന്ത് കിട്ടിയെന്നതിലല്ല, എനിക്ക് എന്ത് കിട്ടി, ഞാൻ എത്രത്തോളം സമാധാനത്തിലാണ് എന്നതിലാണ് അവർ ശ്രദ്ധിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മറ്റൊരാളുടെ ലൈഫ് ഗ്രാഫ് നോക്കിയിട്ട് സ്വന്തം ജീവിതത്തെ വിലയിരുത്തുന്ന ആ പരിപാടി അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവർ കിട്ടുന്ന ആ സമാധാനം ഉണ്ടല്ലോ, അത് പണം കൊടുത്താൽ പോലും കിട്ടാത്തതാണ്. 5ാമത്തെ കാര്യം, ഇത് നമ്മളെല്ലാവരും ഒന്ന് ഗൗരവമായി ചിന്തിക്കേണ്ട ഒന്നാണ്, നമ്മുടെ ബന്ധങ്ങളുടെ ക്വാളിറ്റി. സൈക്കോളജി പറയുന്നൊരു പ്രധാന കാര്യമുണ്ട്. സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഓൺലൈൻ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ പരിചയക്കാരുടെ എണ്ണം കൂട്ടാൻ പറ്റുമായിരിക്കും, ക്വാണ്ടിറ്റി കൂട്ടാൻ പറ്റുമായിരിക്കും. പക്ഷേ ബന്ധങ്ങളുടെ ആഴം,
അല്ലെങ്കിൽ ക്വാളിറ്റി അവിടെ കുറഞ്ഞു പോവുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിൽ അധികം പോസ്റ്റ് ഇടാത്തവർക്ക് അവരുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും സംസാരിക്കാൻ കൂടുതൽ സമയമുണ്ടാകും. അവരൊരാളോട് സംസാരിക്കുമ്പോൾ ഫോണിൽ നോക്കിയിട്ട് എന്ന് മൂടുകയല്ല ചെയ്യുന്നത്. അവർക്ക് മറ്റുള്ളവർ പറയുന്നത് മുഴുവൻ കേൾക്കും. അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ അവരവിടെ ശരിക്കും പ്രസൻ്റ് ആയിരിക്കും. അല്ലാതെ ഒരു ഗെറ്റ് ടുഗറിന് പോയിട്ട് എല്ലാവരും കൂടി ഒരു സെൽഫി എടുത്ത് ഹാപ്പി മൊമെൻറ്റ്സ് എന്ന് ക്യാപ്ഷൻ ഇട്ട് ഫോണിൽ നോക്കിയിരിക്കുകയല്ല അവർ ചെയ്യുന്നത്. ആ നിമിഷം അവർ ശരിക്കും അവിടെ ജീവിക്കുകയാണ്. ഇത്തരം ആത്മാർത്ഥമായ ഇടപെടലുകളാണ് കാലം കഴിഞ്ഞാലും നിലനിൽക്കുന്ന നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്. ഫോൺ മാറ്റിവെച്ച് ഒരാളുടെ കൂടെ ഇരിക്കുന്നത് തന്നെയാണ് ഈ കാലത്ത് നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. നിങ്ങൾ ചെയ്യാറുണ്ടോ? ആറാമത്തെ കാര്യം കുറച്ച് ഗൗരവമുള്ളതാണ്, നമ്മുടെ മെൻ്റൽ ഹെൽത്ത്. സത്യം പറഞ്ഞാൽ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്നവർക്ക് അനാവശ്യമായ പേടിയും സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ കൂടാൻ സാധ്യതയുണ്ടെന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട്. നമ്മളെപ്പോഴും പോസ്റ്റ് ഇടാതിരിക്കുന്നത് ഒളിച്ചോടലല്ല, മറിച്ച് അതൊരു തരം മെൻ്റൽ ഹൈജീനാണ്. അതായത് നമ്മൾ വീടൊക്കെ വൃത്തിയാക്കുന്ന പോലെ മനസ്സിനെ ക്ലീനായി സൂക്ഷിക്കുന്ന രീതിയാണിത്. എല്ലാവരും എന്തെങ്കിലും പോസ്റ്റ് ചെയ്ത് കയ്യടി വാങ്ങാൻ നോക്കുമ്പോൾ എനിക്ക് ഈ പ്രഷർ വേണ്ട, എനിക്കെന്നെ സമാധാനം മതിയെന്ന് തീരുമാനിക്കാൻ വലിയൊരു ആത്മവിശ്വാസം വേണം. ചുറ്റുമുള്ള ബഹളങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വീക്ക്നെസ് അല്ല, അതൊരു വലിയ കരുത്താണ്. നമുക്ക് വേണ്ടി തന്നെ എടുക്കുന്ന ഏറ്റവും നല്ല തീരുമാനമാണത്. ഏഴാമത്തെ കാര്യം, നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒന്നാണ് ആ നിമിഷം ശരിക്കും അനുഭവിച്ച് തീർക്കുക എന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നല്ലൊരു മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ മനോഹരമായ ഒരു സൂര്യാസ്തമയം കാണുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ? ഫോൺ എടുത്തിട്ട് ഫോട്ടോ എടുക്കും, ക്ലിക്ക്. എന്നിട്ട് ഏത് ഫിൽറ്റർ ഇടണം, ഏത് ക്യാപ്ഷൻ കൊടുക്കണം എന്നൊക്കെ ആലോചിച്ച് ആ മഴയുടെ സൗന്ദര്യവും അല്ലെങ്കിൽ ആ സൺസെറ്റിൻ്റെ ഭംഗിയും ആ കാറ്റും ആ മനോഹര നിമിഷമൊക്കെ നമ്മൾ മറന്നു പോകും. സത്യത്തിൽ നമ്മളവിടെ ഒരു പെർഫോമൻസ് നടത്തുകയാണ്. എന്നാൽ സോഷ്യൽ മീഡിയ ആദ്യം പോസ്റ്റ് ഇടാത്തവരുടെ ഗുണം എന്താണെന്നറിയോ? അവർക്ക് ആ ഫോട്ടോയുടെയോ ലൈക്കിൻ്റെയോ ടെൻഷനില്ല. ഒരു നല്ല ചായ കുടിക്കുമ്പോൾ അവരതിൻ്റെ രുചി ആസ്വദിക്കും. ഒരാളോട് സംസാരിക്കുമ്പോൾ അവരാ നിമിഷം അവിടെ ഉണ്ടാകും. ഞാൻ ഏകദേശം 70ഓളം രാജ്യങ്ങൾ പോയിട്ടുണ്ട്. ആദ്യമൊക്കെ ട്രാവൽ വ്ലോഗ് ചെയ്യാറുണ്ടായിരുന്നു. കുറേ രാജ്യങ്ങളുടെ വ്ലോഗ് ഇപ്പോഴും എൻ്റെ ട്രാവൽ ചാനലുണ്ട്. ട്രാവൽ ടേസ്റ്റ് ബൈ ഷാജി മുൻഷാ എന്നാണ് ചാനലിൻ്റെ പേര്. താല്പര്യമുള്ളവർക്ക് കയറി നോക്കാം. അപ്പോൾ പറഞ്ഞു വന്നത്, ആ വ്ലോഗ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ആ യാത്ര ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ ഷൂട്ട് ചെയ്യണം, വ്ലോഗിൽ എന്തൊക്കെ പറയണം, എങ്ങനെ പറയണം, പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ഓൺലൈനിൽ നോക്കി കൺഫേം ആക്കണം, അങ്ങനെ ഒരുപാട് സ്ട്രെസ്സ്. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ശരിയാവില്ല. യാത്ര ആസ്വദിക്കണമെങ്കിൽ മൈൻഡ് സ്ട്രെസ് ഫ്രീ ആകണം. പിന്നെ ഞാൻ വ്ലോഗ് എടുക്കൽ നിർത്തി. ഇപ്പോൾ യാത്രകളൊക്കെ അടിപൊളിയായിട്ട് ആസ്വദിക്കാറുണ്ട്. അപ്പോൾ മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഇങ്ങനെ ഓരോ നിമിഷവും ബോധപൂർവ്വം ജീവിക്കുന്നത് അല്ലെങ്കിൽ മൈൻഡ്ഫുള്ളായി ജീവിക്കുന്നത് നമ്മുടെ മാനസിക സന്തോഷം ഇരട്ടിയാക്കും. കാണാൻ നല്ല ഭംഗിയുള്ള ജീവിതത്തേക്കാൾ അനുഭവിക്കാൻ നല്ല സുഖമുള്ള ജീവിതമാണ് നമുക്ക് വേണ്ടത്. ആ വ്യത്യാസം തിരിച്ചറിഞ്ഞു നോക്കൂ, ജീവിതം വേറെ ലെവലാകും. എട്ടാമത്തെ കാര്യം നമ്മുടെ ലൈഫിലെ തീരുമാനങ്ങളെക്കുറിച്ചാണ്. സത്യം പറഞ്ഞാൽ ജീവിതം എപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുന്നവർ അറിയാതെ ചെയ്യുന്നൊരു തെറ്റുണ്ട്. അവരെടുക്കുന്ന തീരുമാനങ്ങളിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വാധീനിച്ചു തുടങ്ങും. ഉദാഹരണത്തിന് ഒരു ഡ്രസ്സ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകുമ്പോഴോ നമ്മൾ എന്തിക്കും, ഇത് പോസ്റ്റ് ചെയ്ത ആളുകൾ എന്ന് പറയും, അല്ലെങ്കിൽ ഇതിന് ലൈക്ക് കിട്ടുമോ എന്ന്. അതായത് നമ്മുടെ ചോയ്സുകൾ തീരുമാനിക്കുന്നത് മറ്റുള്ളവരുടെ റിയാക്ഷൻസ് ആണ്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ അധികം പോസ്റ്റ് ചെയ്യാത്തവർ തീരുമാനം എടുക്കുന്നത് അവരുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും മൂല്യങ്ങൾക്കും അല്ലെങ്കിൽ വാല്യൂസിനനുസരിച്ചാണ്. സൈക്കോളജിയിൽ ഇതിനെ സെൽഫ് കോൺഫിഡൻറ്റ് ലിവിങ് എന്ന് പറയും. അതായത് ലോകത്തോട് ഇത് കൊള്ളാമോ എന്ന് ചോദിക്കുന്നതിന് പകരം അവർ സ്വന്തം മനസ്സിനോട് ചോദിക്കും, ഇത് എനിക്ക് ചേരുന്നതാണോ, എനിക്കിത് മതിയോ എന്ന്. ഇങ്ങനെ ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു ലോങ് ടേം ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് വേറെ ഒന്നിനും തരാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ റിമോട്ട് കൺട്രോൾ മറ്റുള്ളവർക്ക് കൊടുക്കാതെ സ്വന്തം കയ്യിൽ തന്നെ വെക്കുക, അതാണ് മാസ്, അല്ലേ? ഒമ്പതാമത്തെ കാര്യം, ഇതാണ് സത്യത്തിൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ സീക്രട്ട്. നമ്മുടെ ജീവിതത്തിൽ ചില നിമിഷങ്ങൾ നമ്മുടേത് മാത്രമായി സൂക്ഷിക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ ഇതിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ ഒരു കണ്ടന്റായി മാറുന്ന ആ സെക്കൻഡിൽ അതിൻ്റെ ഒരു ഫീല് നഷ്ടപ്പെടാൻ തുടങ്ങും. ഉദാഹരണത്തിന് ഒരാളെ സഹായിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കുമ്പോഴോ അതൊരു ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ വീഡിയോ എടുത്ത് ലോകത്തെ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അവിടെ ഒരു ഒരു ആർട്ടിഫിഷ്യാലിറ്റി വരും. സത്യത്തിൽ ഒരു കാര്യം റിയലാണെന്ന് തെളിയിക്കാൻ അത് സോഷ്യൽ മീഡിയയിൽ ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്ന് നാട്ടുകാരെ കാണിക്കാൻ ഫോട്ടോ ഇടേണ്ട ആവശ്യമില്ല. നമ്മുടെ സന്തോഷങ്ങൾ പ്രൈവറ്റായി വെക്കുന്നത് കൊണ്ട് അത് കുറഞ്ഞു പോവുകയില്ല, മറിച്ച് അതിൻ്റെ ആഴം കൂടുകയാണ് ചെയ്യുന്നത്. എല്ലാവരെയും കാണിക്കാനുള്ളതല്ല, ചില കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ മാത്രം സൂക്ഷിക്കുമ്പോഴാണ് അതിന് കൂടുതൽ ഭംഗി, അല്ലേ? ഒരു കാര്യം കൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയട്ടെ, സോഷ്യൽ മീഡിയ നമ്മുടെ ശത്രുവൊന്നുമല്ല. ഫോട്ടോസ് ഇടുന്നതൊന്നും ഒരു തെറ്റായ കാര്യവുമല്ല. അത് ചെയ്യുന്നവരൊക്കെ കോൺഫിഡൻസ് ഇല്ലാത്തവരാണെന്നും അതിനർത്ഥമല്ല. പക്ഷെ നിങ്ങൾ വല്ലപ്പോഴും മാത്രമേ പോസ്റ്റ് ചെയ്യാറുള്ളെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, സൈക്കോളജി പ്രകാരം നിങ്ങളുടെ ഉള്ളിൽ ചില അപൂർവ ശക്തികളുണ്ടെന്നാണ് അർത്ഥം. നിങ്ങളിൽ തന്നെയുള്ള വിശ്വാസം, നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് മറ്റാരും പറഞ്ഞു തരേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ഇമോഷണൽ ഇൻഡിപെൻഡൻസ്,
മറ്റൊരാളുടെ ലൈക്കോ കമൻറ്റോ ഇല്ലെങ്കിലും നിങ്ങൾ ഹാപ്പിയാണ്. ക്ലിയർ മൈൻഡ്, അനാവശ്യമായ ബഹളങ്ങളില്ലാതെ ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക, ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണോ, അതോ പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്തോ കുറഞ്ഞു പോകും എന്ന തോന്നൽ കൊണ്ടാണോ? ഈ ഒരു ചോദ്യത്തിനുള്ള നിങ്ങളുടെ മറുപടിയിൽ തന്നെയുണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസം എവിടെ നിന്നാണ് വരുന്നത് എന്നതിൻ്റെ രഹസ്യം. അപ്പോൾ എങ്ങനെയാ ഈ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒരു ഹാർട്ട് ഇമോജെങ്കിലും കമൻറ്റായിട്ട് ഇടാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. ഈ വീഡിയോ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.